നന്മ ചെയ്തിട്ടും ചിലര് വിരോധമായി നിൽക്കുന്നു. അത് മനസ്സിനെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്നു. എത്ര ശ്രമിച്ചിട്ടും അതിനെ മാറ്റുവാനോ തിരുത്തുവാനോ കഴിയാത്ത ആ നിലയിൽ ഇന്ന് പരിശുദ്ധാത്മാവ് അപ്രകാരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളോടുള്ള ദൈവത്തിൻ്റെ വ്യക്തമായ ദൂത്, ദൈവത്തിൻ്റെ കരത്തിൽ വഴിയുണ്ട്. സംഖ്യാപുസ്തകം 16 അധ്യായം 41 പിറ്റേന്നാൾ ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. ഇന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുന്ന ദൂത്, വിരോധമായതിനെ ദൈവം അനുകൂലമാക്കി മാറ്റുന്നു. വർഷങ്ങളായി വിരോധമായ പെരുമാറുന്നത്, ആ സ്ഥിതിയിലായിരിക്കുന്ന സാഹചര്യത്തിന്മേൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഇപ്രകാരം സംഭവിക്കാൻ പോകുന്നു. ദൈവം ആ വിഷയത്തെ തൊടാൻ പോകുന്നു. ദൈവം അനുകൂലമാക്കി മാറ്റും. ദൈവത്തിന് ഹൃദയത്തെ ഒന്ന് തൊട്ടാൽ മതി അനുകൂലമാക്കുവാൻ. രാജാക്കന്മാരുടെ ഹൃദയം എൻ്റെ കയ്യിലിരിക്കുന്നു, ഞാൻ അതിനെ നേർത്തോട് കണക്കിന് ചായ്ക്കുമെന്നൊക്കെ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ നിലയിൽ ഒരു ദൂത് പകരുക. ദൈവത്തിൻ്റെ പൈതലെ, വിരോധമായ അവസ്ഥയിലും പെറുവിറുപ്പ് കർത്താവ് നിർത്തലാക്കുക ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്ലാനുണ്ട്. സംഖ്യാപുസ്തകം 17 അധ്യായം 5 വരുമ്പോൾ കാണുന്നു, ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായ പിറുപിറുപ്പ് ഞാൻ നിർത്തലാക്കും. പരിശുദ്ധാത്മാവ് ഈ ദൂത ഇന്ന് തൊടുന്നത് അവരുടെ ഹൃദയത്തെ തൊടുവല്ല. ദൈവത്തിൻ്റെ പൈതലെ, ദൈവം പകരുന്ന വാഗ്ദത്തങ്ങൾ, ദൈവം കണ്ട വഴി, അത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വഴിയാ. ഇവിടെ വചനം പറയുന്നു, ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കുക. ആ തളിർപ്പ അവരുടെ പെറുപെറുപ്പിനെ നിർത്തലാക്കുന്നത്. പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ദൂത് പകരുക. ദൈവം അവരുടെ മുമ്പിൽ മാനിക്കും. ദൈവം അവരുടെ മുമ്പിൽ ഉയർത്തും. ആ മേഖലകൾക്ക് ഒരു മാറ്റം ദൈവം അങ്ങനെ വരുത്താൻ പോവാ. ദൈവത്തിൻ്റെ പൈതലെ, ആ സ്ഥിതിയിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുമ്പോഴാ ദൈവത്തിൻ്റെ ദൂത് അനുകൂലമാക്കുന്നത് ദൈവം ചെയ്തു തരുന്നത്. ആ പെറുപെറുപ്പ് ദൈവം നിർത്തലാക്കും. അതിന് എൻ്റെ ജീവിതത്തിൽ ഒരു തളിർപ്പുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു വളർച്ചയുടെ തലമുണ്ട്. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഉയർത്തുന്ന, മാനിക്കുന്ന ഒരു സമയമുണ്ട്. ആ നിലയിലാണ് ദൈവത്തിൻ്റെ കരം ചാഞ്ഞിറങ്ങാൻ പോകുന്നത്. എതിർപ്പ് നിമിത്തം, ചിലർ വിരോധമായ നിമിത്തം ദൈവത്തിൻ്റെ പൈതലെ കയ്പിൻ്റെയും കോപത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെ ഭിന്നതയുടെ ആ ഒരു മനോഭാവം വ്യക്തികളിൽ നിന്ന് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ചില ഭിന്നതകൾ വെളിപ്പെടുന്നില്ലേ? വിരോധമായ നിമിത്തമുള്ള ചില അനുഭവങ്ങൾ കൂടിയല്ലേ കടന്നു പോകുന്നത്? പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തിൻ്റെ പൈതലെ, ദൈവം അത് നിർത്തലാക്കും. ദൈവം അവരുടെ ഹൃദയത്തെ തൊടുവല്ല, പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിൻ്റെ വാഗ്ദത്തങ്ങളെ നിവൃത്തിയാക്കി അവരുടെ മുമ്പിൽ ഒരു മാന്യത തന്ന് ദൈവം അവരുടെ അധരത്തെ അടയ്ക്കും, അധരത്തെ ബന്ധിക്കും. ദൈവം മിണ്ടാതാക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയ യോസഫിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോസഫിൻ്റെ സഹോദരങ്ങൾ തന്നെ വിരോധമായി ദുരാലോചന ചെയ്തു എന്ന് ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുക. യോസഫിൻ്റെ സഹോദരങ്ങൾ തന്നെ അവന് വിരോധമായിരുന്നു. എന്നാൽ ദൈവം അവരുടെ ഹൃദയത്തെ ഒന്ന് തിരുത്താൻ പോയില്ല. ദൈവം തിരുത്തിയത്, ദൈവം അവരെ അനുകൂലമാക്കിയത്
യോസഫിനെ മാനിക്കുകയും യോസഫിനെ ഉയർത്തുകയും ജീവിതത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ദൈവം നിവൃത്തിയാക്കി കൊടുത്തപ്പോഴാണ് തൻ്റെ സഹോദരങ്ങൾ നമസ്കരിക്കുന്ന നിലയിൽ, അവൻ്റെ കാൽക്കൽ വീഴുന്ന നിലയിൽ ദൈവം മാനിച്ചില്ലേ? വിരോധമായത് അനുകൂലമാക്കി ദൈവം തീർത്തത് യോസഫിനെ ദൈവം ഉയർത്തിയ ശേഷമാ. മാനിക്കുന്ന പദ്ധതി ദൈവം കണ്ട് അത് വെളിപ്പെടുത്തിയപ്പോഴാ ഇന്ന് കുടുംബങ്ങളോട് ദൂത് ശക്തമായി പറയുന്നു, ഈ സ്ഥിതി മാറും, ഈ അവസ്ഥയ്ക്ക് മാറ്റം കർത്താവ് വരുത്തും. ചിലത് നിർത്തലാക്കുന്നത്, വിരോധമായി നിൽക്കുന്നത് അനുകൂലമാക്കി മാറ്റുന്നത് ഇപ്രകാരം ഒരു അവസ്ഥയാ. വാഗ്ദത്തങ്ങൾ വെളിപ്പെടുത്തിയ, നന്മകൾ വെളിപ്പെടുത്തിയ ദൈവിക പ്ലാൻ ഈ പ്രകാരം അത് ചാഞ്ഞിറങ്ങും. ദൈവം ചലിപ്പിക്കാൻ പോവുക. ഇന്ന് വിരോധമായി ആ കഷ്ടം സഹിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ദൈവം അനുകൂലമാക്കി മാറ്റും. ആ നിലയിൽ ദൈവത്തിൻ്റെ അത്ഭുതമുണ്ട്, ദൈവത്തിൻ്റെ വിടുതലുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുക. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കണം. അവിടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവേ, ഇന്ന് കേട്ട ദൂതുപോലെ ഒരു തളിർപ്പ്, ഒരു അനുഗ്രഹം, ഒരു നന്മ ഈ ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.